പീരുമേട്ടിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പീരുമേട് തൊട്ടാപുര PWD ഓഫീസിന് സമീപത്ത് വെച്ചാണ് പുലിയെ നാട്ടുകാർ കണ്ടത്. ഞായറാഴ്ച വൈകുന്നേരം 8 മണിയോടുകൂടി പീരുമേട് ടൗണിൽ പോയി തിരികെ മടങ്ങി വന്ന പ്രദേശവാസികളാണ് പുലിയെ നേരിൽ കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയത്. ഇതിന് സമീപത്തായി കുറച്ചു നാളുകൾക്ക് മുമ്പ് രാവിലെ നടക്കാൻ പോയ ഒരാൾ പുലിയെ നേരിൽ കണ്ടിരുന്നു. പീരുമേട് തോട്ടാപുര ഭാഗത്താണ് പുലിയുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടി പീരുമേട് ടൗണിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പ്രദേശവാസികളാണ് പുലിയെ നേരിൽ കണ്ടത്. തോട്ടാപുര PWD ഓഫീസിന് സമീപത്ത് വെച്ചാണ് പുലിയെ കണ്ടതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് ആ സൈഡിലുള്ള വഴി ഒരു പുലി ഉദ്ദേശം എൻ്റെ ഇത്രയും പൊക്കം ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സൈഡ് വഴി വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഫോറസ്റ്റിലെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റോഡിന് കുറുകെ പുലി നടന്ന സമീപത്തെ ഇടവഴിയിലൂടെ കയറി മുകൾ ഭാഗത്തേക്ക് പോയതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉടൻ തന്നെ ഇവർ വനംവകുപ്പിൽ വിവരം അറിയിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പ്രദേശത്ത് പരിശോധന നടത്തി. പുലിയുടെ സാന്നിധ്യം വനംവകുപ്പും തള്ളിക്കളയുന്നില്ല. ഇവരോടൊപ്പം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ അടക്കം സ്ഥലത്തെത്തിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും അടക്കം പരിശോധന കൂടുതൽ ശക്തമാക്കുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. പീരുമേട് തോട്ടാപുരയ്ക്ക് സമീപം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് രാവിലെ പ്രഭാത സവാരിക്ക് പോയ ഒരാൾ പുലിയെ നേരിൽ കണ്ടിരുന്നു. ഇതോടൊപ്പം ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്തും പുലിയുടെ സാന്നിധ്യമുള്ളതായി ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ നാളിൽ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് പുലിയുടെ കാൽപ്പാട് കണ്ടതായി ഇവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വനംവകുപ്പ് പ്രദേശത്തെ ക്യാമറ സ്ഥാപിച്ചു. എങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കൂടാതെ സമീപപ്രദേശത്ത് മുൻപ് വളർത്തുമൃഗങ്ങളെയും പുലി ആക്രമിച്ചു കൊന്നിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.